നമ്മൾ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈറൻ അല്ലെങ്കിൽ ഒരു മുഴക്കം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് റോഡിൽ നിന്ന് ഒന്ന് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും സൈഡ് കൊടുക്കുന്നത് ഏത് മുഴക്കം കേൾക്കുമ്പോഴാ? ആംബുലൻസ്. കറക്റ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്ത് അവർ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു ജോലി. അവർക്ക് ഒരു ദിവസം ടെൻഷനൊക്കെ മാറ്റി നമ്മുടെ കൂടെ ഷോയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇത്രേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ ചേട്ടന്മാരാണ്. ഹായ് ചേട്ടന്മാരെ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഡയന കുറെ നേരമായിട്ട് എന്തോ ചോദിക്കണം വിചാരിച്ചിരിക്കും. ആംബുലൻസിന്റെ സൈറൻ കേൾക്കും എന്ന് പറഞ്ഞല്ലോ. എനിക്ക് റോഡിൽ സൈറൻ വരുമല്ലോ, ഇത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫിഗർ ഔട്ട് ചെയ്യാൻ. അതിനാണ് അലേർട്ട് ആവണം എന്ന് നമ്മൾ പറയുന്നത്. അതായത് എവിടുന്നും എല്ലാവർക്കും കേൾക്കാൻ സാധിക്കണം. ആമേ റൈറ്റ്? എനിക്കൊരു കൈയ്യടി തരും ചേട്ടന്മാരെ. ഇത് പത്തനംതിട്ടയിൽ നിന്നും 3 പേര് വന്നിട്ടുണ്ട്. അനു, കല്യാണി, രഞ്ജിത്ത് ആൻഡ് വിഷ്ണു ചേട്ടൻ. ഹായ്. പിന്നെ മാളയിൽ നിന്നും ജൈനീഷേടൻ വന്നിട്ടുണ്ട്. ശരത്തേന്റെ സ്ഥലം എവിടെയാ ശരത്തേട്ടാ? കിളിമാനൂർ, തിരുവനന്തപുരം ജില്ല. ട്രിവാൻഡ്രം തന്നെ. മനസ്സിലായി. ഈ പത്തനംതിട്ട എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു മലയോര പ്രദേശമാണ്. അയ്യപ്പന്റെ നാട്. അതെ, അയ്യപ്പന്റെ നാട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ആനിമൽ അറ്റാക്ക് അല്ലെ, മൃഗങ്ങളുടെ ഒക്കെ ഒരു അറ്റാക്ക് ഉള്ള ഒരു ഏരിയ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലയോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കേസസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങളെ മലയോര ഗ്രാമമാണ്. അവിടാണ് അടവി കൊട്ടവഞ്ചി സവാരി ഉള്ളത്. ഗവി, കോന്നി, ആനക്കൂട്, ശബരിമല, അങ്ങനെ പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ കഴിഞ്ഞിടയ്ക്ക് ഒരു പുലി ഒരാളെ കാട്ടിൽ വെച്ച് പിടിച്ച് കൊന്നായിരുന്നു. അതായത് പൊന്നമ്പിപ്പൂ എന്ന് പറയുന്ന ഒരു പൂ കിട്ടും കാട്ടിൽ. അത് ശേഖരിക്കാനായിട്ട് പോകണം. അത് നല്ല വിലയുള്ള ഒരു പൂവാണ്. അത് വനത്തിലാണ് ഉള്ളത്. അപ്പം അത് ശേഖരിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തെ പുലി പിടിക്കുകയും കൊല്ലുകയും ചെയ്തു. അതെടുത്തത് ഞാനാണ്. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടോട്ട് വണ്ടി പോകത്തില്ല. നമ്മുടെ ആംബുലൻസ് കുറച്ചിടം വരെ പോകത്തുള്ളൂ. അതിനുശേഷം അവിടുന്ന് 4 വീൽ ഡ്രൈവ് ഏതെങ്കിലും ജീപ്പിനെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സ്ട്രെച്ചറും കൊണ്ട് ജീപ്പിന് അങ്ങ് കാട്ടിൽ പോയി നമ്മൾ എടുത്തോണ്ട് വരുമായിരുന്നു ആ ശരീരം. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നത്. കുറച്ച് മാംസങ്ങളൊക്കെ ഉള്ളായിരുന്നു. ബാക്കി മൊത്തം പുലി തിന്നു. ഓക്കെ. അപ്പൊ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ ഡ്രൈവേഴ്സ് തന്നെ ആയിരിക്കോ അറ്റൻഡേഴ്സ് ആയിട്ടും പോയി ചെയ്യാൻ? അതെ. നമ്മൾ മാത്രമേ, നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഈ കിളിയോ കോ പൈലറ്റോ ഒന്നുമില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഇത്രയും പെട്ടെന്ന് എത്തുക, രക്ഷിക്കുക. അതെ, അല്ലാതെ അവര് ഡ്രൈവ് ചെയ്യാന്ന് മാത്രമുള്ള ഒരു ഇതല്ല. അവരെ ഏറ്റ് ആംബുലൻസിന്റെ ഉള്ളിൽ കൊണ്ടുവരാന്നുള്ളതും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. സാധാരണ ഒരു ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്നാൽ പോലും ഞങ്ങൾ തന്നെ എടുക്കണം. കൊണ്ട് നിൽക്കുന്ന ആരും ഒത്തെ പിടിക്കത്ത് പോലും ഇല്ല. ഓക്കെ. ഇതിപ്പം നിങ്ങൾ പറയുമ്പോൾ നമുക്കതിങ്ങനെ കേൾക്കുന്നെങ്കിലും നിങ്ങളത് ഡയറക്റ്റ് ആയിട്ട് കണ്ട് അതിന്റെ ഒരു മനക്കട്ടി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയല്ലേ? അത് ഇതിപ്പോ ഒരു ശീലമായി പോയി. ആദ്യമൊക്കെ ചെയ്യുമ്പോ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ജീവനല്ലേ, നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും ഇത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് വന്നത് ഈ ഒരു മേഖലയില്? എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്താണ് വിഷ്ണു. മെഡിക്കെയർ എന്ന് പറഞ്ഞൊരു ലാബുണ്ട് ഇദ്ദേഹത്തിന് 5-6 വണ്ടിയുണ്ട്, ഒരു 10ഓളം ലാബുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞാൽ ഞാൻ ആംബുലൻസ് ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഓടിച്ചു, 2 ദിവസം ഓടിച്ചു. എനിക്ക് പിന്നെ അത് ഭയങ്കര ക്രേസ് കയറി. ഇപ്പോൾ ഒരു ഏകദേശം 8-9 കൊല്ലമാവുന്നു ആംബുലൻസ് ഫീൽഡിലാണ്. ഇപ്പോൾ ഞാൻ സ്വന്തം സർവീസാണ്. കല്യാണി ആംബുലൻസ് എന്ന് പറയും പത്തനംതിട്ട. എനിക്കൊരു 3 വണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എമർജൻസിയാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ഈ ചെക്കപ്പോ ഈ അങ്ങനെയുള്ള ഓട്ടങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ എമർജൻസിയും സൂയിസൈഡുമാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. 24 മണിക്കൂർ ഞങ്ങൾ അലർട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമേനെ വെല്ലുന്ന കഥകൾ പറയാനുണ്ടാവുക ചിലപ്പോൾ ഇവർക്കായിരിക്കും. ശരത്തേട്ടൻ, ഞാൻ നിങ്ങളടുത്ത് ചോദിക്കട്ടെ, ലൈഫിൽ ഏറ്റവും ഇങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റോറി പറയാനുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി ഇവിടുന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ലേഡിയാണ്, ഒരു 10-40 വയസ്സുണ്ടാവും. അപ്പം ഇവിടെ ചികിത്സയൊക്കെ ഏതാണ്ട് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ക്രിട്ടിക്കലാണ്, അത്രയും റിസ്ക് എടുത്താണ് പോണത്. ഒറ്റയ്ക്ക് മാത്രമല്ല, IC വണ്ടിയാണ്, സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ഹൈ റിസ്ക് കേസായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അന്ന് കുതിരാൻ പണി നടക്കുന്ന ടൈമാണ്. അപ്പം അവിടെ ഇത്തിരി തിരക്കുണ്ടായിരുന്നു റോഡിൽ. ആ ടൈമിൽ തന്നെ പേഷ്യൻ്റ് ക്രാഷ് ആവുകയും ചെയ്തു. തിരിച്ചു വരാനും ബുദ്ധിമുട്ടായിരുന്നു, അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ടുള്ള കണ്ടീഷനായി. അങ്ങനെ വണ്ടിയിൽ വെച്ച് തന്നെ അവർ മരിക്കുകയുണ്ടായി. ഒന്നും ചെയ്യാം, നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വണ്ടിയിൽ തന്നെ ചെയ്തു. അതല്ല എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച. പിന്നെ ബോഡി ആയിട്ടാണ് പോകുന്നത് കോയമ്പത്തൂരേക്ക്. ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അത് എത്തിക്കാൻ പറഞ്ഞു.
അങ്ങനെ പോണ വഴിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പം വീട്ടില് പാലുകാച്ചാണ്. ഈ ലേഡിയുടെ ഈ ലേഡിയുടെ സ്വന്തം വീട്. ആ. പാലുകാച്ച് കഴിഞ്ഞ് 2 ദിവസം ആയിട്ടേ ഉള്ളൂ വീട്. ഓ ഒരു ബോഡി ആയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ട് കയറുന്നത്. അത് ഭയങ്കര, അതിപ്പോഴും ഓർക്കുമ്പോഴും ഒരു സങ്കടമുണ്ട്. ജീവനോടെ കൊണ്ട് എത്തിക്കാൻ പറ്റിയില്ല വീട്ടിലേക്ക്. നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഫോർ യുനോ ടേക്കിംഗ് കെയർ ഓഫ് എവ്രിവൺ. ആ ഒരു ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ജോലി മാത്രമല്ലല്ലോ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടെ അല്ലേ. അവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്നുണ്ടല്ലോ. ഓരോ ആൾക്കാരെ കണ്ണിൽ നിന്നും സന്തോഷം അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. അതൊരു വലിയ ഇത് തന്നെയാണ് ആ ജോലിക്ക്. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾക്കല്ലെങ്കിലും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ പോലും നമ്മൾ പാനിക്കാവും ബ്ലഡ് കാണുമ്പോഴൊക്കെ. അപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇവർ ഇത്രയും ഒരു പരിചയമില്ലാത്ത ആളെ. ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ് കേട്ടോ.